നമസ്കാരം, എസ് ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. ഞാനിവിടെ കുറച്ച് സ്റ്റഡ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റഡും ഹാങ്ങിങ്ങും ഒന്നിച്ചാണ് ചെയ്തിട്ടുള്ളത്. കണ്ട, ഫ്ലവർ ബീഡിൽ സ്റ്റോൺ ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് സ്റ്റഡ് മാത്രമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് സിംഗിൾ ലെയർ ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടി വലിയ ഹാങ്ങിങ് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. ഇത് സ്റ്റഡിൻ്റെ ബേസിലാണ് ചെയ്തിട്ടുള്ളത്, ഹാങ്ങിങ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി കുറച്ചും കൂടി വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി വലിയ ഹാങ്ങിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിന് ഉപയോഗിച്ചേക്കുന്നത് സ്റ്റോൺ ചെയിൻ, B7000 ഫ്ലവർ ബീഡ്, കമ്മലിൻ്റെ ബേസ് വേണം. കണ്ട, കമ്മലിൻ്റെ ബേസ് വേണം. ഗം ഉപയോഗിച്ചേക്കണത് B7000 ആണ്. പിന്നെ ഇതുപോലത്തെ ഫ്ലവർ ബീഡ് വേണം. കണ്ട, ഇതെല്ലാം ഇതിന് ആവശ്യമുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലും ഇഷ്ടമുള്ള വലിപ്പത്തിലും ഒക്കെ ചെയ്യാം. ഡബിൾ ലെയർ ആയിട്ടോ സിംഗിൾ ലെയർ ആയിട്ടോ ഒക്കെ ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. ചെയ്തു വരുമ്പോൾ കാണാൻ നല്ല സ്റ്റൈലുണ്ട്. സ്റ്റോൺ ചെയിൻ്റെ ഭംഗി മുഴുവൻ ചിലപ്പോൾ വീഡിയോയിൽ കിട്ടിയില്ല എന്ന് വരും, പക്ഷെ നല്ല സ്റ്റൈലാട്ടോ. ഇങ്ങനത്തെ ഗോൾഡിൽ ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്താൽ കുറേയും കൂടിയും ഭംഗി ഉണ്ടാവും. ഗോൾഡിൽ ചെയ്യാൻ പറ്റിയൊരു വർക്കാണത്. സ്റ്റഡ് മാത്രം മതി എന്നുള്ളവർക്ക് ഇത് എടുക്കാം. ചെറിയ ഹാങ്ങിങ് വേണ്ടവർക്ക് ഇതെടുക്കാം. കുറച്ചും കൂടി ഡബിൾ ലെയർ വേണ്ടവർക്ക് ഇതെടുക്കാം. പിന്നെ ഒത്തിരി വലിയ ഹാങ്ങിങ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ രണ്ട് മോഡലും എടുക്കാം. സ്റ്റോൺ ചെയിൻ വേണം. പിന്നെ കമ്മലിൻ്റെ ബേസ് വേണം. ഫ്ലവർ ബീഡ്സ് വേണം. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ബീഡാണിത്. അതുപോലെ സ്റ്റോൺ ചെയിൻ ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ഇതിലേക്ക് വേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.